ചോദിക്കാവുന്നതാണ്. സൂറത്തുൽ അംബിയാഇന്റെ 81-ാമത്തെ വചനം. ഇവരുടെ കൽപ്പന ഈ വിഷയത്തിലുണ്ടോ? ഇവർക്കതിൽ യഥേഷ്ടം അവർക്ക് ആഗ്രഹിക്കാനും നടപ്പിൽ വരുത്താനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിസുലൈമാന الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. സൂറത്തുൽ അംബിയാ 81-ാമത്തെ വചനം. വലിസുലൈമാന الريح عاصفة, കൊടുങ്കാറ്റായി ചീറി അടിക്കുന്ന കാറ്റിനെ സുലൈമാന് വഴിപ്പെടുത്തി കൊടുത്തു. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഴിപ്പെടുത്തി കൊടുത്തു. തജ്രി ബി അംരിഹി, തജ്രി ബി അംരിഹി, ബി അംരിഹി, തജ്രി ബി അംരിഹി, തജ്രി ബി അംരിഹി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം കാറ്റ് നടന്നിരുന്നു. കൽപ്പിക്കുന്ന ആൾ സുലൈമാൻ നബിയാ. ഏത് സമയത്ത് കൽപ്പിച്ചാലും കാര്യങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ. അംബിയായിനും ഔലിയായിനുള്ള കഴിവ്, യഥേഷ്ടം അവർക്ക് പ്രവർത്തിക്കാനും ഇച്ഛിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ്, അത് ഏത് നേരത്തും എപ്പോഴും എന്നും ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ. അല്ലാഹു വളരെ വ്യക്തമായി ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുടെ പിന്നീട് വരും. അല്ലാഹു തആല കണക്കാക്കി തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. വലിസുലൈമാന الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها. പരിശുദ്ധമായ പ്രദേശങ്ങളിലേക്ക്, നമ്മൾ ചില പ്രത്യേകമായ ബറക്കത്ത് ചെയ്ത പ്രദേശങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാനെയും കൊണ്ട് കാറ്റ് നടന്നു പോയിരുന്നു. എങ്ങനെയാ? തജ്രി ബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് കാറ്റ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് കാറ്റ് ഒഴുകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, വളരെ നമ്മൾ ചിന്തിക്കണം. അന്നഹു കാന ലഹു ബിസാത്ത് മിൻ ഖശബിൻ, ഒരു മരത്തിന്റെ പലകയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ. യൂളഉ അലൈഹി, ആ മരത്തിന്റെ പലകയുടെ മേൽ വെക്കപ്പെടുമായിരുന്നു. കുല്ലമാ യഹ്താജു ഇലൈഹി മിൻ ഉമൂരിൽ മംലക, ആ ഭരണകൂടത്തിന് ആവശ്യമുള്ള സാധനമൊക്കെ ഈ മരപ്പലകയുടെ മുകളിൽ വെക്കും. ചെറിയ മരപ്പലക, വലിയൊരു മരപ്പലക, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം അതിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. വൽ ഖൈലി വൽ ജിമാലി വൽ ഖിയാമി വൽ ജുന്ദി, ഒട്ടകങ്ങൾ, വൽ ഖൈലി കുതിരകൾ, വൽ ജിമാലി ഒട്ടകങ്ങൾ, വൽ ഖിയാമി ഓരോ സ്ഥലത്തും താമസിക്കാൻ ടെന്റ് അടിച്ചു കൂടാനുള്ള ടെന്റുകൾ, വൽ ജുന്ദി സൈന്യങ്ങൾ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പട നയിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ആവശ്യമുള്ള ഈ വസ്തുക്കൾ മുഴുവനും ഈ മരപ്പലകയുടെ മുകളിൽ വെക്കും. നമ്മൾ വളരെ ചിന്തിക്കണം ഈ കാര്യം. സുമ്മ യൗമുറുൽ റീഹ, ഒറ്റ തവണയായിട്ട് സുമ്മ യൗമുറുൽ റീഹ. എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി കാറ്റിനോട് കൽപ്പിക്കും, അൻ തഹ്മിലഹു, അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോകാൻ. ഫതദ്ഖുലു തഹ്തഹു, അങ്ങനെ കാറ്റ് ഈ മരപ്പലയുടെ അടിഭാഗത്തൂടെ കാറ്റ് അങ്ങോട്ട് കയറും. സുമ്മ തഹ്മിലുഹു, പിന്നെ അദ്ദേഹത്തെ വഹിക്കുകയും വതർഫഉഹു, അദ്ദേഹത്തെ ഉയർത്തുകയും വതസീറു ബിഹി, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് അത് ചലിച്ചു പോവുകയും ചെയ്യും. കാറ്റ് ചലിച്ചു പോകും എന്ന്. ഇതായിരുന്നു അവസ്ഥ എന്ന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ നോക്കൂ നിങ്ങൾ, അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ പട്ടാളക്കാർ ഇറാഖിലേക്ക് വന്നത് അനവധി തവണ അവർക്ക് ആവശ്യമുള്ള പടയുടെ വസ്തുക്കൾ, ആയുധങ്ങളും മറ്റു ഭക്ഷണ സാമഗ്രികളും അവരുടെ ആവശ്യ സാധനങ്ങൾ എത്രയോ തവണയായിട്ടാണ് അവര് വിമാനത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ ഒന്നാമത്തെ വിമാനം ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു എഞ്ചിനും ഘടിപ്പിക്കാത്ത വിമാനം. ആ വിമാനത്തിന് ഒരു ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നു, അതിന്റെ എഞ്ചിൻ അംറു സുലൈമാൻ
സുലൈമാൻ നബിയുടെ കൽപ്പന. ഇത് വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. വളരെ മാന്യമായിട്ടാണ് ഇക്കാര്യം പറയുന്നത്. എതിർക്കൽ നമ്മുടെ ലക്ഷ്യമല്ല, സത്യത്തെ വെളിപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആർക്കും മാന്യമായി ഇടപെടാവുന്നതാണ്, മാന്യത മാത്രമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരെയും വളരെ മാന്യമായി സമീപിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യത്തിലൊരു കുഴപ്പം സൃഷ്ടിക്കുക നമ്മുടെ ലക്ഷ്യമല്ല, നമ്മുടെ